RSSനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് RSSൽ തറയിലിരിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാൻ കഴിയുന്നുവെന്നും ഇതാണ് RSSന്റെ സംഘടനാ ബലമെന്നും ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിഷ്ണു, മുൻപ് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേർ RSSനെയും BJPയും ഒക്കെ പുകഴ്ത്തി രംഗത്തെത്തുന്നത് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ RSSന്റെ സംഘടനാ സംവിധാനത്തെ ഒന്നാകെ പുകഴ്ത്തുകയാണോ ദിഗ്വിജയ് സിംഗ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂർ, പ്രവർത്തക സമിതി അംഗം ശശി തരൂർ നിരന്തരം കോൺഗ്രസിന് ഈ ഒരു BJPയെ പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു സ്തുതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമൊക്കെയായിട്ടുള്ള ദിഗ്വിജയ് സിംഗും RSSനെ പുകഴ്ത്തി രംഗത്ത് വരുന്നത്. RSSന്റെ സംഘടനാ സംവിധാനം അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ RSSൽ തറയിലിരിക്കുന്നവർക്ക് പോലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകാൻ കഴിയുന്നുണ്ട്. അത് RSSന്റെ സംഘടനാ ശക്തി കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ കഴിയുന്നത് എന്നൊരു കാര്യമാണ് ദിഗ്വിജയ് സിംഗ് എക്സ് പോസ്റ്റിൽ കുറിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു കുറിപ്പ് പങ്കുവയ്ക്കുമ്പോൾ അതിൽ അദ്വാനിയുടെ കസേരയുടെ ചുവട്ടിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുകഴ്ത്തൽ ദിഗ്വിജയ് സിംഗ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. അപ്പോൾ ആ ഒരു യോഗത്തിന് തൊട്ടു മുന്നെയാണ് ദിഗ്വിജയ് സിംഗിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു RSS പുകഴ്ത്തൽ ഉണ്ടാവുകയും ചെയ്തത്. ഇന്ന് ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലും ദിഗ്വിജയ് സിംഗ് തന്റെ നിലപാട് ആവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇതിലൊരു വിശദീകരണം കൂടി ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് നൽകിയിട്ടുണ്ട്. അതായത് താൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ BJPയെ പുകഴ്ത്താനല്ല, അല്ലെങ്കിൽ RSSനെ പുകഴ്ത്താനല്ല എന്നാണ് ദിഗ്വിജയ് സിംഗ് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. പകരം കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം എന്നതാണ്. താൻ എപ്പോഴും RSSന്റെയും മോദിയുടെയും വിരോധിയാണ്, ഇവർക്കെതിരെ നിൽക്കുന്ന ഒരാളാണ് താൻ എന്ന ഒരു വിശദീകരണമാണ് ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ശരി, വിഷ്ണു തലപൂറാണ് വിവരങ്ങൾ നൽകിയത്.